എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി സെക്കൻഡ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിനുള്ള അപേക്ഷകൾ വിദ്യാർത്ഥികൾക്ക് ചൊവ്വാഴ്ച മുതൽ നൽകാവുന്നതാണ്. ചൊവ്വാഴ്ച രാവിലെയോടെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വേക്കൻസി ലിസ്റ്റ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതാണ്. അപ്പോൾ വേക്കൻസി ഇല്ല സ്കൂളിലും വേക്കൻസി ഇല്ലാത്ത സ്കൂളുകളിലേക്കും നിങ്ങൾക്ക് ഓപ്ഷനുകൾ നൽകാവുന്നതാണ്. നിലവിൽ +1 ഹയർ സെക്കൻഡറി പ്രവേശനത്തിൻ്റെ വേക്കൻസി എന്ന് പറയുന്നത് ഏകദേശം 33,000 സംതിങ് വേക്കൻസീസ് ആണുള്ളത്. അതിൽ ഏകദേശം 12,000-ഓളം സീറ്റുകളിലേക്കാണ് ഈ ഒരു സെക്കൻഡ് സപ്ലിമെൻ്ററിയിൽ അലോട്ട്മെൻറ്റ് നൽകിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനുശേഷം ബാക്കി വരുന്ന ഏകദേശം 20,000-ഓളം സീറ്റ് ഉണ്ട്. അപ്പോൾ ആ ഒരു സീറ്റുകളിലേക്കാണ് ഈ ഒരു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് നടത്തുന്നത്. അപ്പോൾ ആ ഒരു സീറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു സീറ്റും അതുപോലെ തന്നെ വേക്കൻസി ഇല്ലാത്ത സീറ്റുകളിലേക്ക് കൂടി നിങ്ങൾക്ക് ഓപ്ഷനുകൾ നൽകാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള ഏതൊരു കോഴ്സിലേക്കും നിങ്ങൾക്ക് ആ ഒരു ഘട്ടത്തിൽ വേക്കൻസി ഇല്ലെങ്കിൽ കൂടി നിങ്ങൾക്ക് ഓപ്ഷനുകൾ നൽകാവുന്നതാണ്. അപ്പോൾ വേക്കൻസി ലിസ്റ്റ് ചൊവ്വാഴ്ചയോടെ പ്രസിദ്ധീകരിക്കും. ചൊവ്വാഴ്ച നിങ്ങൾക്ക് hsk.kerala.gov.in എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തുകൊണ്ട് വേക്കൻസി ലിസ്റ്റ് പരിശോധിക്കാവുന്നതും വേക്കൻസി ഉള്ള സ്കൂളിലും വേക്കൻസി ഇല്ലാത്ത സ്കൂളിലേക്കും നിങ്ങൾക്ക് ഓപ്ഷനുകൾ നൽകാനും സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് സ്വന്തമായിട്ടോ അല്ലെങ്കിൽ അക്ഷയ വഴിയോ അല്ലെങ്കിൽ സ്കൂൾ വഴിയോ നിങ്ങൾക്ക് ഈ ഒരു അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ ആർക്കൊക്കെയാണ് ഈ ഒരു ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് നോക്കാം. പല വിദ്യാർത്ഥികൾക്കും അറിയാനായിട്ട് ആഗ്രഹിക്കുന്നത് അതായിരിക്കും. അപ്പോൾ ഇതുവരെ അലോട്ട്മെൻറ്റിൽ അതായത് മെറിറ്റ് കോട്ടയിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഓപ്ഷൻ ഉൾപ്പെടെ അതായത് ഫസ്റ്റ് സപ്ലിമെൻ്ററി, സെക്കൻഡ് സപ്ലിമെൻ്ററി, അതുപോലെ തന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, സെക്കൻഡ് അലോട്ട്മെൻറ്റ്, അതുപോലെ തന്നെ തേർഡ് അലോട്ട്മെൻറ്റ് എന്നിങ്ങനെയുള്ള അലോട്ട്മെൻറ്റുകളിൽ ഏതൊരു ഓപ്ഷൻ ലഭിച്ച് അഡ്മിഷൻ നേടിയിട്ടുള്ള അതായത് ഫസ്റ്റ് ഓപ്ഷൻ ഉൾപ്പെടെ ഏതൊരു വിദ്യാർത്ഥികൾക്കും ഈ ഒരു ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അതായത് ഇതുവരെ HSK വെബ്സൈറ്റ് വഴി കാൻഡിഡേറ്റ് ലോഗിൻ എസ്റ്റാബ്ലിഷ് എന്ന ലിങ്ക് വഴി നിങ്ങൾക്ക് എവിടെയെങ്കിലും അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് എങ്കിൽ അങ്ങനെയുള്ള ഏതൊരു വിദ്യാർത്ഥിക്കും ഈ ഒരു ട്രാൻസ്ഫറിന് സെക്കൻഡ് ട്രാൻസ്ഫറിന് അപ്ലിക്കേഷൻ നൽകാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി അതുപോലെ തന്നെ സ്പോർട്സ് കോട്ടയിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച ഏതൊരു വിദ്യാർത്ഥിക്കും ഈ ഒരു ഘട്ടത്തിൽ സെക്കൻഡ് ട്രാൻസ്ഫറിന് അപേക്ഷ സമർപ്പിക്കുന്നതിനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ മെറിറ്റ് കോട്ടയിലും സ്പോർട്സ് കോട്ടയിലും അലോട്ട്മെൻറ്റ് ലഭിച്ച ഏതൊരു വിദ്യാർത്ഥിക്കും താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്യാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ട്രാൻസ്ഫർ കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ ലഭിച്ച സീറ്റ് പോവുകയും പുതുതായിട്ട് അലോട്ട്മെൻറ്റ് കിട്ടുന്ന കോഴ്സ് അല്ലെങ്കിൽ സ്കൂള് അതിലേക്ക് മാറേണ്ടതായിട്ടും വരുന്നതാണ് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഈ ഒരു ട്രാൻസ്ഫർ എന്ന് പറയുന്നത് ജില്ലാ ട്രാൻസ്ഫറാണ്, ജില്ലാനന്തര ട്രാൻസ്ഫറാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ജില്ലയിലെ മറ്റൊരു സ്കൂളിലേക്കോ അല്ലെങ്കിൽ മറ്റൊരു കോഴ്സിലേക്കോ അല്ലെങ്കിൽ മറ്റൊരു സ്കൂളിലെ മറ്റൊരു കോഴ്സിലേക്കോ നിങ്ങൾക്ക് ഓപ്ഷൻ വെക്കാൻ സാധിക്കും. ഒരു ഉദാഹരണത്തിന് നിങ്ങളിപ്പോൾ A എന്ന സ്കൂളിലാണ് അഡ്മിഷൻ നേടിയിട്ടുള്ളത് എന്ന് കരുതുക. അപ്പോൾ നിങ്ങൾക്ക് A എന്ന സ്കൂളിൽ കൊമേഴ്സ് ആണ് കിട്ടിയത്. A എന്ന സ്കൂളിൽ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ സയൻസോ നിങ്ങൾക്ക് വേണം എന്ന് കരുതുക. അപ്പോൾ നിങ്ങൾക്ക് A എന്ന സ്കൂളിൽ നിന്നും A എന്ന സ്കൂളിലെ തന്നെ മറ്റൊരു കോഴ്സിലേക്ക് ഓപ്ഷൻ വെക്കാൻ സാധിക്കും. ഇനി A എന്ന സ്കൂളിൽ നിന്നും നിങ്ങൾക്ക് മറ്റൊരു സ്കൂളിലേക്കാണ് ട്രാൻസ്ഫർ വേണ്ടത് എന്ന് കരുതുക. അപ്പോൾ A എന്ന സ്കൂളിൽ നിന്നും B എന്ന സ്കൂളിലേക്കാണ് ട്രാൻസ്ഫർ വേണ്ടതെങ്കിൽ കോഴ്സ് മാറാതെ വേണമെങ്കിൽ അങ്ങനെ ഓപ്ഷൻ വെക്കാവുന്നതാണ്. അതുപോലെ നിങ്ങൾ നിലവിൽ അഡ്മിഷൻ നേടിയ സ്കൂളിൽ നിന്നും മറ്റൊരു സ്കൂളിലെ മറ്റൊരു കോഴ്സിലേക്ക് നിങ്ങൾക്ക് മാറണം. ഇപ്പോൾ കൊമേഴ്സാണ് കിട്ടിയത്, മറ്റൊരു സ്കൂളിൽ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ സയൻസോ ഹ്യൂമാനിറ്റീസോ ഏതാണ് വേണ്ടത് അതിലേക്ക് നിങ്ങൾക്ക് ഓപ്ഷൻ വെക്കാം. ഇനി ഈ ഒരു രീതിയിൽ അതായത് നിങ്ങൾ നിലവിൽ അഡ്മിഷൻ നേടിയിട്ടുള്ള സ്കൂളിൽ നിന്നും മറ്റൊരു സ്കൂളിലേക്ക് വെക്കുന്ന ഈ ഒരു 2 രീതികൾ മറ്റൊരു ജില്ലകളിലേക്ക് കൂടി വേണമെങ്കിൽ വെക്കാം. അതായത് നിങ്ങൾക്ക് ഒന്നുകിൽ നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് നിങ്ങൾ പഠിക്കുന്ന സ്കൂളിലെ മറ്റൊരു കോഴ്സിലേക്ക് മാറുന്നതിനായിട്ട് ഓപ്ഷൻ വെക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ സ്കൂളിൽ നിന്നും മറ്റൊരു സ്കൂളിലേക്ക് കോഴ്സ് മാറാതെ മാറാം. അതുപോലെ തന്നെ നിങ്ങളുടെ സ്കൂളിൽ നിന്നും മറ്റൊരു സ്കൂളിലേക്ക് കോഴ്സ് മാറ്റത്തോടെ ട്രാൻസ്ഫറിനായിട്ട് ഓപ്ഷൻ കൊടുക്കാം. അതുപോലെ നിങ്ങളുടെ സ്കൂളിൽ നിന്നും മറ്റൊരു ജില്ലയിലെ സ്കൂളിലേക്ക് ട്രാൻസ്ഫർ വെക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ സ്കൂളിൽ നിന്നും മറ്റൊരു ജില്ലയിലെ മറ്റൊരു കോഴ്സിലേക്ക് ഓപ്ഷൻ വെക്കാം. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള ഏതൊക്കെ രീതിയിൽ വേണമെങ്കിലും ഏതൊരു ജില്ലയിലേക്ക് വേണമെങ്കിലും അതുപോലെ നിങ്ങളുടെ ജില്ലയിലേക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് ഓപ്ഷനുകൾ ട്രാൻസ്ഫറിനായിട്ട് വെക്കാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ട്രാൻസ്ഫർ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം കിട്ടിയ സീറ്റ് നഷ്ടപ്പെടും എന്നുള്ളതും അതുപോലെ പുതുതായിട്ട് കിട്ടിയിട്ടുള്ള സ്കൂളിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടതായിട്ടും വരുന്നതാണ്. അതുകൊണ്ട് തന്നെ ട്രാൻസ്ഫറിന് അപേക്ഷിക്കുന്ന വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും ഈ ഒരു ട്രാൻസ്ഫറിന് അപ്ലിക്കേഷൻ നൽകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടോ എന്നുള്ള കാര്യം 2 തവണയെങ്കിലും ചിന്തിക്കുക. കാരണം പല വിദ്യാർത്ഥികളും ഇപ്പോൾ ഫസ്റ്റ് ട്രാൻസ്ഫർ കിട്ടിയിട്ടുള്ള പല വിദ്യാർത്ഥികളും പറയുന്നത് എനിക്ക് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്ന ട്രാൻസ്ഫറിന് മുമ്പ് കിട്ടിയിട്ടുണ്ടായിരുന്ന സ്കൂളിൽ അഡ്മിഷൻ എടുക്കാനാണ് താല്പര്യം, ഇനി അങ്ങോട്ടേക്ക് പോകാൻ പറ്റുമോ എന്നൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ നിലവിൽ അഡ്മിഷൻ നേടിയിട്ടുള്ള കോഴ്സിൽ നിങ്ങൾക്ക് താല്പര്യമാണോ അതുപോലെ തന്നെ ഇനി മറ്റൊരു കോഴ്സിലേക്ക് ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്യണോ എന്നുള്ള കാര്യം ആദ്യം തന്നെ നിങ്ങളും നിങ്ങളുടെ വീട്ടുകാരുമായിട്ട് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് തീരുമാനമെടുക്കുക. കാരണം പല വിദ്യാർത്ഥികളും പിന്നീട് ട്രാൻസ്ഫറിന് ശേഷം പിന്നീട് മുമ്പുള്ള സ്കൂളിലേക്ക് മാറണം എന്ന് പറയാറുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു സെക്കൻഡ് ട്രാൻസ്ഫറിന് ശേഷം ഇനിയൊരു ട്രാൻസ്ഫർ ഉണ്ടാവാനുള്ള സാധ്യത വളരെയധികം കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രാൻസ്ഫർ കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്കത് മാറ്റാനോ മറ്റോ സാധിക്കുന്നതായിരിക്കില്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ട്രാൻസ്ഫറിന് ആപ്ലിക്കേഷൻ നൽകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ട്രാൻസ്ഫർ ഞാൻ വെക്കുന്ന ഓപ്ഷൻ അല്ലെങ്കിൽ സ്കൂൾ അല്ലെങ്കിൽ മറ്റൊരു ജില്ലയിലെ സ്കൂൾ മറ്റൊരു ജില്ലയിലെ കോഴ്സ് എന്നിങ്ങനെ ഓപ്ഷൻ വെക്കുന്ന സമയത്ത് എനിക്ക് ട്രാൻസ്ഫർ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ മാറും എന്ന് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഞാൻ വെച്ച ഓപ്ഷനുകളൊക്കെ എനിക്ക് താല്പര്യമുള്ളതാണ് എന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ഓപ്ഷൻസായിട്ട് കൊടുക്കാവൂ.
വിദ്യാർത്ഥികൾക്ക് ട്രാൻസ്ഫർ കിട്ടിക്കഴിഞ്ഞാൽ അത് യാതൊരുവിധ കാരണവശാലും ഡിലീറ്റ് ചെയ്യാനോ ക്യാൻസൽ ചെയ്യാനോ പറ്റില്ല. ട്രാൻസ്ഫറിന് ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് ഡിലീറ്റ് ചെയ്യാനോ മോഡിഫിക്കേഷൻ ചെയ്യാനോ അതായത് എഡിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യാനോ സാധിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ ട്രാൻസ്ഫറിന് ആപ്ലിക്കേഷൻ നൽകുന്നതിന് മുമ്പായിട്ട് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സിലേക്കും സ്കൂളിലേക്കും തന്നെയാണോ ട്രാൻസ്ഫർ കൊടുക്കുന്നത്, അതുപോലെ തന്നെ ട്രാൻസ്ഫർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ മാറുമോ അല്ലെങ്കിൽ ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്യണോ എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകം ചിന്തിക്കുക. കാരണം പല വിദ്യാർത്ഥികളും ട്രാൻസ്ഫർ കിട്ടിക്കഴിഞ്ഞാൽ കോഴ്സും സ്കൂളും ഇനി മാറേണ്ട, എനിക്ക് മുമ്പ് കിട്ടിയ ആ ഒരു കോഴ്സിലേക്ക് മാറണമെന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ട്രാൻസ്ഫർ കിട്ടിക്കഴിഞ്ഞാൽ അത് ക്യാൻസൽ ചെയ്യാനോ ഡിലീറ്റ് ചെയ്യാനോ സാധിക്കുന്നതല്ല. അതുപോലെ ഇനിയൊരു സ്കൂൾ മാറ്റത്തിനുള്ള ഒരു അവസരവും നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നതല്ല. അതിനുള്ള സാധ്യത വളരെയധികം കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ച ശേഷം മാത്രം ട്രാൻസ്ഫറിന് ഓപ്ഷൻ വെക്കുക. ട്രാൻസ്ഫർ കിട്ടിക്കഴിഞ്ഞാൽ ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. അതുപോലെ ഓപ്ഷൻ വെക്കുന്ന സമയത്ത് നൽകുന്ന ഓപ്ഷൻ മാറിപ്പോയിട്ടില്ല എന്നുള്ളത് പ്രത്യേകം ഉറപ്പുവരുത്തുക. കാരണം ഒരു വിദ്യാർത്ഥി ഈ ഒരു ഫസ്റ്റ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിന് ആ ഒരു വിദ്യാർത്ഥിക്ക് ബയോളജി സയൻസ് ആയിരുന്നു ആദ്യം കിട്ടിയിട്ടുണ്ടായിരുന്നത്. മറ്റൊരു സ്കൂളിലും ബയോളജി സയൻസ് ആയിരുന്നു വേണ്ടിയിരുന്നത്. അപ്പോൾ മറ്റൊരു സ്കൂളിലേക്ക് ബയോളജി സയൻസിന് ഓപ്ഷൻ വെക്കുന്ന സമയത്ത് ആ ഒരു വിദ്യാർത്ഥി അക്ഷയവയോ മറ്റോ ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അവർക്ക് ആ ഒരു കോഴ്സ് സെലക്ട് ചെയ്ത് മാറിപ്പോയിട്ടുണ്ടായിരുന്നു. അവർ കൊണ്ടുപോയിട്ട് സെലക്ട് ചെയ്തത് ഹ്യൂമാനിറ്റീസ് ആയിരുന്നു ഫസ്റ്റ് ഓപ്ഷനായിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ട്രാൻസ്ഫറിന് നോക്കുമ്പോൾ ആ ഒരു വിദ്യാർത്ഥിക്ക് ഹ്യൂമാനിറ്റീസ് കിട്ടി. പക്ഷേ ആ ഒരു വിദ്യാർത്ഥി പ്രതീക്ഷിച്ചത് ബയോളജി സയൻസിലേക്കായിരുന്നു. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു രീതിയിൽ നിങ്ങൾ ഓപ്ഷൻ വെക്കുന്ന സമയത്ത് നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് വേണ്ട കോഴ്സിലേക്ക് തന്നെയാണോ വേണ്ട സ്കൂളിലേക്ക് തന്നെയാണോ ഓപ്ഷൻ വെച്ചത് എന്നുള്ളത് ഫൈനൽ കൺഫർമേഷൻ മുമ്പ് നിങ്ങളും ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് ആരാണോ ആപ്ലിക്കേഷൻ നൽകുന്നത് ആ ഒരു വിദ്യാർത്ഥി കൂടി ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്ത ശേഷം മാത്രമേ ഫൈനൽ കൺഫർമേഷൻ ചെയ്യാനായിട്ട് പാടുള്ളൂ. ഇനി എങ്ങനെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അപേക്ഷ സമർപ്പിക്കാം എന്നുള്ള കാര്യം നോക്കാം. വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വെബ്സൈറ്റിൽ വേക്കൻസി ലിസ്റ്റ് ചൊവ്വാഴ്ചയോടെ പ്രസിദ്ധീകരിക്കും. അപ്പോൾ വേക്കൻസി ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്ത് വേക്കൻസി മനസ്സിലാക്കാവുന്നതാണ്. വേക്കൻസി ഇല്ലാത്ത സ്കൂളുകളിലേക്ക് കൂടി വിദ്യാർത്ഥികൾക്ക് ഓപ്ഷനുകൾ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സമയത്ത് വേക്കൻസി ജസ്റ്റ് ഒന്ന് പരിശോധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് കാൻഡിഡേറ്റ് ലോഗിൻ എസ്റ്റാബ്ലിഷ് എന്ന് പറഞ്ഞുകൊണ്ട് ലിങ്ക് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് വിദ്യാർത്ഥികൾക്ക് പിന്നീട് വരുന്ന പേജിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ജില്ലയും നൽകാനുള്ള ഭാഗമുണ്ടാകും. അപ്പോൾ അത് നിങ്ങൾ കറക്റ്റായിട്ട് നൽകിയ ശേഷം ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത ശേഷം പിന്നീട് വിദ്യാർത്ഥികൾക്ക് അവിടെ കാണാൻ സാധിക്കുന്നതാണ് അപ്ലൈ ഫോർ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് എന്നുള്ള ലിങ്ക് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം പിന്നീട് വരുന്ന പേജിൽ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആയിട്ടുള്ള നിങ്ങളുടെ പേര്, അതുപോലെ തന്നെ നിങ്ങളുടെ SSLC രജിസ്റ്റർ നമ്പർ, അതുപോലെ തന്നെ നിങ്ങളുടെ ഈ ഒരു +1 ആപ്ലിക്കേഷൻ നമ്പർ, അതുപോലെ നിലവിൽ അഡ്മിഷൻ ലഭിച്ച സ്കൂളിൻ്റെ കോഡ് നൽകി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ സ്കൂൾ ഡീറ്റെയിൽസ് വരും. അതിനുശേഷം ഏത് കോമ്പിനേഷനിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയത് എന്നുള്ളത് നിങ്ങൾ നൽകണം. ഇത്രയും നൽകിയ ശേഷം പിന്നീട് അടുത്തതായിട്ട് നിങ്ങൾ നൽകേണ്ടത് ഓപ്ഷൻസ് ആണ്. അപ്പോൾ ഈ ഒരു ഓപ്ഷൻസ് നൽകേണ്ടത് ഈ ഒരു രീതിയിലാണ്. നിങ്ങൾക്ക് ജസ്റ്റ് ഏത് ഓപ്ഷൻ എത്രാമതാണ്, ഫസ്റ്റ് ആയിട്ടാണോ ലാസ്റ്റ് ആയിട്ടാണോ നിങ്ങൾ ഓരോ നൽകുന്ന ഓപ്ഷനും നൽകേണ്ടത് എന്നുള്ളതാണ്. അത് കറക്റ്റായിട്ട് ഫസ്റ്റ് ആണോ ലാസ്റ്റ് ആണോ എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ലാസ്റ്റ് എന്നത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഓരോ ഓപ്ഷൻ നൽകി ആഡ് ചെയ്യുന്ന സമയത്തും അത് 1 by 1 ആയിട്ട് അത് 1, 2, 3 ഈ രീതിയിൽ സെറ്റ് ചെയ്ത് വരും. അത് ഓട്ടോമാറ്റിക്കലി അവിടെ ലാസ്റ്റ് എന്നാണ് ഉണ്ടാവുക. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ നൽകാനുള്ളത് നിങ്ങളുടെ ഏത് സ്കൂളിലേക്കാണ് നിങ്ങൾ ട്രാൻസ്ഫർ ആഗ്രഹിക്കുന്നത് ആ ഒരു സ്കൂളിൻ്റെ കോഡാണ്. അപ്പോൾ അതിനുശേഷം നിങ്ങൾ അടുത്തതായിട്ട് ഇവിടെ ആ ഒരു സ്കൂളിൻ്റെ കോഡ് നൽകുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ആ ഒരു കോഴ്സിൻ്റെ ലിസ്റ്റ്, ആ ഒരു സ്കൂളിലുള്ള കോഴ്സിൻ്റെ ആ ഒരു കോമ്പിനേഷൻ ഡീറ്റെയിൽസ് വരും. ഇത് ഇവിടെ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കണം, സെലക്ട് ചെയ്യുന്ന സമയത്ത് കോഴ്സോ സ്കൂളിൻ്റെ കോഡോ അത് കോഴ്സിൻ്റെ കോഡോ മറ്റോ മാറിപ്പോയിട്ടില്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് ആഡ് എന്ന് പറഞ്ഞുകൊണ്ട് ബട്ടൺ കാണാൻ പറ്റും. അപ്പോൾ ആഡ് എന്നുള്ള ബട്ടണിൽ കാണാൻ പറ്റും. ജസ്റ്റ് നിങ്ങൾ അതുപോലെ തന്നെ ഇവിടെ റീസെറ്റ് ബട്ടൺ കാണാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ആഡ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട സ്കൂളും കോഴ്സും നൽകി കഴിഞ്ഞാൽ ആഡ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അത് ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ആഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെയായിട്ട് അത് സ്കൂള്, കോഴ്സ്, അതുപോലെ തന്നെ ഇവിടെ സീരിയൽ നമ്പർ എന്നിങ്ങനെ നൽകിയിട്ടുണ്ടാകും. അത് കറക്റ്റായിട്ട് ഓട്ടോമാറ്റിക്കലി 1, 2, 3 എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഓരോ ഓപ്ഷൻ നൽകുന്ന സ്ഥലത്തും അത് ലിസ്റ്റഡ് ആയിട്ട് വരുന്നതാണ്. ഇനി നിങ്ങൾക്ക് അടുത്തൊരു സ്കൂൾ കൊടുക്കണം എന്ന് കരുതുക. അടുത്ത സ്കൂൾ ഇപ്പോൾ സെയിം സ്കൂൾ തന്നെയാണ് എന്ന് കരുതുക. അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന സ്കൂളിലേക്ക് തന്നെ മറ്റൊരു കോഴ്സിലേക്കാണ് മാറേണ്ടത്, അല്ലെങ്കിൽ മറ്റൊരു ജില്ലയിലേക്ക് മാറേണ്ടത്. അതിനനുസരിച്ച് ഏത് സ്കൂളിലാണോ അഡ്മിഷൻ എടുക്കാൻ താല്പര്യപ്പെടുന്നത് അതിനനുസരിച്ച് നിങ്ങൾ ആ സ്കൂളിലെ കോഡ് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് വേണ്ട കോഴ്സ് കൊടുക്കുക. അതിനുശേഷം ആഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് ആഡ് ചെയ്യുക. ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള, അതായത് ട്രാൻസ്ഫർ കിട്ടിക്കഴിഞ്ഞാൽ അഡ്മിഷൻ എടുക്കുമെന്ന് ഉറപ്പുള്ള ഏതൊരു സ്കൂളും ഓപ്ഷൻസ് ആയിട്ട് നൽകാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ രീതിയിൽ ഓപ്ഷൻസ് നൽകിയ ശേഷം നിങ്ങൾ നൽകിയിട്ടുള്ള എല്ലാ സ്കൂളിൻ്റെ ലിസ്റ്റും ഓട്ടോമാറ്റിക്കലി അതായത് അവിടെ താഴെ ലിസ്റ്റഡ് ആയിട്ട് വന്നത് കാണാൻ സാധിക്കും. ഇവിടെ സീരിയൽ നമ്പറായിട്ട് 1, 2, 3 എന്നിങ്ങനെ കൊടുത്തിട്ടുണ്ടാകും. ഇവിടെ സ്കൂളിൻ്റെ കോഡും സ്കൂളിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടാവും. അതുപോലെ ഇവിടെ കോഴ്സിൻ്റെ കോമ്പിനേഷൻ, അതുപോലെ അതിൻ്റെ കോഡും ഉണ്ടാവും. കറക്റ്റായിട്ട് ഇവിടെ അതിൽ ലിസ്റ്റഡ് ആയിട്ട് വന്നിട്ടുണ്ടാകും. അപ്പോൾ ഈ ഒരു ലിസ്റ്റഡ് ആയിട്ട് വന്നതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഓപ്ഷൻസ് താല്പര്യമില്ലെങ്കിൽ ഇവിടെ ആയിട്ട് ഡിലീറ്റ്, അതുപോലെ ക്യാൻസൽ അല്ലെങ്കിൽ എഡിറ്റ് ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഏതെങ്കിലും ഓപ്ഷൻ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ലിസ്റ്റിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് ട്രാൻസ്ഫർ വെച്ചാൽ അഡ്മിഷൻ ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന
കോഴ്സുകൾ തന്നെ അല്ലെങ്കിൽ സ്കൂൾ തന്നെയല്ലേ നിങ്ങൾ വെച്ച ഓപ്ഷൻസോ സ്കൂളോ മാറിയിട്ടില്ല, അത് കോഴ്സോ സ്കൂളോ നിങ്ങൾക്ക് വെച്ചത് പോയിട്ടില്ല എന്നുള്ളത് ഉറപ്പാണ് എങ്കിൽ മാത്രം നിങ്ങൾ കൺഫേം ചെയ്യുക. അതിനു മുമ്പായിട്ട് നിങ്ങൾ വീണ്ടും ഒരു തവണ കൂടി ചെക്ക് ചെയ്ത് നിങ്ങൾ നൽകിയിട്ടുള്ള സ്കൂളും അതുപോലെ നിങ്ങൾക്ക് ബയോളജി സയൻസ് ആണ് വേണ്ടതെങ്കിൽ ഫസ്റ്റത്തെ ഓപ്ഷൻ നിങ്ങൾ ആദ്യത്തെ ഓപ്ഷനുകൾ ബയോളജി സയൻസ് തന്നെയല്ലേ വെച്ചത് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് ട്രാൻസ്ഫർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കുമെന്ന് ഉറപ്പുള്ള, അതായത് ഏത് കോഴ്സിലേക്കാണ് നിങ്ങൾക്ക് മാറേണ്ടത് ആ ഒരു കോഴ്സ് മാത്രമേ ട്രാൻസ്ഫറിനായിട്ട് ഓപ്ഷനായിട്ട് വെക്കാനായിട്ട് പാടുള്ളൂ. ഇഷ്ടമില്ലാത്ത കോഴ്സോ സ്കൂളോ ഓപ്ഷനായിട്ട് വെക്കരുത്. കാരണം ഇനിയൊരു ട്രാൻസ്ഫർ ഉണ്ടാവാനുള്ള സാധ്യത വളരെയധികം കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് താല്പര്യമുള്ള, അതായത് ട്രാൻസ്ഫർ കിട്ടിയാൽ അഡ്മിഷൻ എടുക്കുമെന്ന് ഉറപ്പുള്ള സ്കൂളും കോഴ്സും തന്നെയല്ലേ വെച്ചിട്ടുള്ളത് എന്നുള്ളത് ഒരു 2 തവണയെങ്കിലും ചെക്ക് ചെയ്ത് നോക്കുക. കാരണം പല വിദ്യാർത്ഥികളും പിന്നീട് കോഴ്സ് മാറിപ്പോയി അത് എഡിറ്റ് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കാറുണ്ട്. എഡിറ്റ് ചെയ്യാനോ ഡിലീറ്റ് ചെയ്യാനോ പറ്റുന്നതല്ല. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ കറക്റ്റായിട്ട് 2 തവണയെങ്കിലും നിങ്ങൾ നൽകിയുള്ള സ്കൂളും കോഴ്സും മാറിയിട്ടില്ല എന്നുള്ളത് ഉറപ്പുവരുത്തുക. അപ്പോൾ ഇങ്ങനെ ഉറപ്പുവരുത്തിയ ശേഷം പിന്നീട് നിങ്ങൾക്ക് അടിയിൽ കൺഫർമേഷൻ എന്ന് പറയുന്നത് കൺഫർമേഷൻ ചെയ്യാനുള്ള, അത് സേവ് ഓൾ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം ജസ്റ്റ് ഒന്ന് അവിടെ നിങ്ങൾക്ക് താഴെ ഡിക്ലറേഷൻ ബട്ടൺ ഉണ്ടാകും, അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനുള്ള ഒരു ബട്ടൺ, ഫൈനൽ കൺഫർമേഷൻ ബട്ടൺ നിങ്ങൾക്ക് ആക്റ്റീവ് ആവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അതായത് അവസാനം ഫൈനൽ കൺഫർമേഷൻ എന്നുള്ള ബട്ടൺ കാണാം, അത് ക്ലിക്ക് ചെയ്യുന്ന മുമ്പായിട്ട് ഒന്നുകൂടി നിങ്ങൾ നൽകിയുള്ള ഓപ്ഷൻസ് മാറിപ്പോയിട്ടുണ്ടോ, കോഴ്സ് വെച്ചത് മാറിയിട്ടുണ്ടോ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം സയൻസ് വേണ്ടവർ കൊണ്ടുപോയിട്ട് ഹ്യൂമാനിറ്റീസ് ഒക്കെ വെച്ച് പോകാറുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നൽകിയുള്ള ഓപ്ഷൻസ് ഒന്നും മാറിയിട്ടില്ലല്ലോ, സ്കൂൾ മാറിയിട്ടില്ലല്ലോ എന്നുള്ളത് വീണ്ടും ചെക്ക് ചെയ്ത ശേഷം മാത്രം ഫൈനൽ കൺഫർമേഷൻ ചെയ്യുക. ഫൈനൽ കൺഫർമേഷൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ട്രാൻസ്ഫറിൻ്റെ ആ ഒരു ഡാഷ്ബോർഡിലേക്ക് വരും. അപ്പോൾ ആ ഒരു പേജിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് അതായത് ട്രാൻസ്ഫർ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കുക. അപ്പോൾ ആ ഒരു പ്രിൻ്റ് ഔട്ടിൽ നിങ്ങൾ നൽകിയിട്ടുള്ള എല്ലാ സ്കൂളും കോഴ്സും വന്നിട്ടില്ല എന്നുള്ളത് ഉറപ്പുവരുത്തിയ ശേഷം നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് എടുത്ത് വെക്കുക, അല്ലാന്നുണ്ടെങ്കിൽ അത് PDF രൂപത്തിൽ കയ്യിൽ വെക്കുക. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ട്രാൻസ്ഫറിൻ്റെ ആപ്ലിക്കേഷൻ സബ്മിറ്റഡ് ആയി എന്നുള്ളത് മനസ്സിലാക്കാം. അതിനുശേഷം നിങ്ങൾക്ക് ഏകദേശം ഒരു 2 ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ സെക്കൻഡ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ട്രാൻസ്ഫറിൽ നിങ്ങൾക്ക് ജില്ല മാറാം, അതുപോലെ സ്കൂൾ മാറാം, കോഴ്സ് വേണമെങ്കിൽ കോഴ്സ് മാറാവുന്നതാണ്. അതായത് ഏതൊരു വിധത്തിലും നിങ്ങൾക്ക് ട്രാൻസ്ഫറിന് ആപ്ലിക്കേഷൻ നൽകാൻ സാധിക്കുന്നതായിരിക്കും. അത് ഓപ്ഷനുകൾ നൽകാനായിട്ട് പറ്റുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ ഒരു മെറിറ്റ് കോട്ടയിൽ ഏതൊരു ഓപ്ഷൻ അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികൾക്കും അതുപോലെ സ്പോർട്സ് കോട്ടയിൽ ഏതൊരു ഓപ്ഷൻ അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികൾക്കും ഈ ഒരു ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ട്രാൻസ്ഫർ കിട്ടിക്കഴിഞ്ഞാൽ അഡ്മിഷൻ എടുക്കുമെന്ന് ഉറപ്പുള്ള സ്കൂളും കോഴ്സും മാത്രമേ വിദ്യാർത്ഥികൾ ഓപ്ഷൻസ് ആയിട്ട് വെക്കാനായിട്ട് പാടുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.